ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. രണ്ട് വെക്ടർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഇതിന് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനാണ് ചോദ്യം. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ആദ്യം b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 ഡിവൈഡഡ് ബൈ മോഡ് b1 ക്രോസ് b2 എന്നാണ്. ഡോട്ട് ഫ്രോം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ വെക്ടേഴ്സിൽ നമ്മൾ എന്തൊക്കെ എഴുതിയെടുക്കണം? a1 വെക്ടറും b1 വെക്ടറും f2 വെക്ടറും b2 വെക്ടറും എടുത്തത്. അതിനുവേണ്ടി നമുക്ക് നോക്കാം. r equal to ഒരു a plus a1 plus lambda b1, അതുപോലെ r equal to some a2 plus lambda b2 എന്ന് പറയുന്ന ഫോം ആവുമ്പോഴാണ് ഈ ഒരു ഫോർമുല കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് a1 വെക്ടർ എന്ന് പറയുന്നത് 3i plus 2j minus 4k ആണ്. b1 വെക്ടർ ആയിട്ട് i plus 2j plus 2k എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ വെക്ടർ നോക്കുമ്പോൾ a2 വെക്ടർ ആയിട്ട് നമുക്ക് 5i minus 2j, അതുപോലെ b2 വെക്ടർ ആയിട്ട് 3i plus 2j plus 6k. നമ്മൾ a1 വെക്ടറും a2 വെക്ടറും b1 വെക്ടറും b2 വെക്ടറും എടുത്തെഴുതി. ഇത് എടുത്തെടുക്കുന്നതിന് പ്രത്യേകം മാർക്കുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ആൾക്കാരായിട്ട് കാണാം. അത് b1 ക്രോസ് b2 ആണ് നമുക്ക് വേണ്ടത്. b1 ക്രോസ് b2 that means cross product i j k എടുക്കുക. b1 വെക്ടറിന്റെ കമ്പോണന്റ്സ് എഴുതുക. b1 വെക്ടറിൽ i ന്റെ കമ്പോണന്റ് 1, j യുടെ കമ്പോണന്റ് 2, k യുടെ കമ്പോണന്റ് 2. b2 വെക്ടറിൽ i യുടെ കമ്പോണന്റ് 3, j യുടെ കമ്പോണന്റ് 2, k യുടെ കമ്പോണന്റ് 6. that is equal to i into, അപ്പോൾ i വരുന്ന റോയും കോളവും നമുക്ക് ക്യാൻസൽ ആയിട്ട് ബാക്കി 2 into 6 minus 2 into എന്നിട്ട് മൈനസ് കൊടുക്കണം. രണ്ടാമത്തെ ടൈമായ j കൊടുക്കുക. അപ്പോൾ ഈ j വരുന്ന റോയും കോളവും പറഞ്ഞിട്ട് ബാക്കി 1 into 6 minus 1 into 6 minus 3 into 2 plus k കൊടുക്കുക. k വരുന്ന റോയും കോളവും ആയി. അപ്പോൾ 1 into 2 minus 3 into 2 that is equal to I into 12 minus 4 minus k into 6 minus 6 plus k into 2 minus 6 that is equal to 12 എന്ന് പറയുക 8i എന്ന് കിട്ടും. 6 minus 6 0 plus 0j ആയിരിക്കും. പ്ലസ് 2 മൈനസ് 6 എന്ന് വെച്ചാൽ മൈനസ് 4. അപ്പോൾ മൈനസ് 4 ഉത്തരം 8i മൈനസ് 4k. അതാണ് b1 ക്രോസ് b2. അടുത്ത നമുക്ക് വേണ്ടത് a2 മൈനസ് a1 ആണ്. എന്ന് വെച്ചാൽ a2 ൽ നിന്ന് a1 മൈനസ് ചെയ്യുക. a2 മൈനസ് a1 that is equal to ആദ്യം a2 വെക്ടർ എടുക്കുക. a2 വെക്ടർ ഏതാ? 5i minus 2j. അവിടെ k യുടെ ടൈമിലാകുമ്പോൾ ഞാൻ പ്ലസ് 0k എന്ന് എഴുതി. മൈനസ് a1 വെക്ടർ ഏതാ? 3i plus 2j minus 4k എന്നാണ്. അത് that is കുറയ്ക്കുക means അവന്റെ i കമ്പോണന്റ് തമ്മിൽ കുറയ്ക്കുക. എന്ന് വെച്ചാൽ ഇവിടെ 5 ഉണ്ട് മൈനസ് ഈ മൈനസ് കൊടുത്തു. പിന്നെ ഇവിടെ 3 അപ്പോൾ 5 minus 3i പ്ലസ് ഇവിടെ മൈനസ് 2 ഉണ്ട്, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ 2 ഉണ്ട് j പ്ലസ് ഇവിടെ 0 ആണുള്ളത്. ഇവിടുത്തെ മൈനസ് ഇവിടെ കൊടുത്തു. ഇവിടെ മൈനസ് 4 ഉണ്ട്. that means 5 minus 3 12. രണ്ടാമത്തെ മൈനസ് മൈനസ് 4j, രണ്ട് മൈനസ് ചേർന്ന് പ്ലസ് 4k. ഇവനാണ് a2 മൈനസ് a1. ഇനി നമുക്ക് വേണ്ടത് ഇവരുടെ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് ആണ്. നമുക്ക് ലാസ്റ്റ് അതിൽ കൊടുത്തൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് എന്താണ്? മോഡുലസ് ഓഫ് b1 ക്രോസ് b2 വേണം. മോഡ് b1 ക്രോസ് b2. that means ഈ b1 ക്രോസ് b2 ന്റെ വാല്യൂന്റെ മോഡുലസ് വാല്യൂ is root of
I ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ I ന്റെ കോഎഫിഷ്യന്റ് 8 ആണ് നമ്മുടെ സ്ക്വയർ അപ്പോൾ 8 സ്ക്വയർ പ്ലസ് j ക്ക് കോഎഫിഷ്യന്റ് ഇല്ല അപ്പോൾ 0 ആയ അപ്പോൾ 0 സ്ക്വയർ പ്ലസ് k യുടെ കോഎഫിഷ്യന്റ് എന്താണ് മൈനസ് 4 that is 8 ന്റെ സ്ക്വയർ 64 4 ന്റെ സ്ക്വയർ 16 റൂട്ട് എത്ര കിട്ടും 80 കിട്ടും v1 cos v2 ഇനി SB കാണുന്ന ഫോർമുല ഒന്ന് എടുത്തു കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ ഈ ഡോട്ട് പ്രോഡക്റ്റ് കൂടി കണ്ടതിന് ശേഷം എടുത്തു കൊടുക്കുക ഏതെങ്കിലും ഒന്ന് ചെയ്യുക ഞാൻ ഡയറക്റ്റ് ആയിട്ട് എടുത്തു കൊടുക്കുകയാണ് SB ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് v1 ക്രോസ് v2 ഒന്നുകൂടി ഞാൻ ഫോർമുല എടുക്കാം v1 ക്രോസ് v2 ഡോട്ട് a2 മൈനസ് a1 divided by mod v1 cross v is equal to v1 cross v2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 8 ടൈം മൈനസ് 4k ഡോട്ട് a2 മൈനസ് 7j കണ്ടുപിടിച്ചിട്ടുണ്ട് 2i മൈനസ് 4j പ്ലസ് 4 divided by mod v1 cross v2 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് റൂട്ട് 18 which is equal to dot product മോളിൽ കാണുന്നതാണ് dot product കാണാൻ വേണ്ടി I കമ്പോണന്റുകൾ നമ്മൾ ഗുണിക്കുക that means 8 into 2 പ്ലസ് ഇവിടെ j യുടെ കമ്പോണന്റ് 0 ആണ് ഇവിടെ j യുടെ കമ്പോണന്റ് -4 ആണ് പ്ലസ് ഇവിടെ k യുടെ കമ്പോണന്റ് -4 ഇവിടെ k യുടെ കമ്പോണന്റ് 4 അപ്പോൾ 4 - 4 divided by root 80 that is equal to 8 × 16 ഈ ടൈം പ്ലസ് 0 minus 16 divided by root of 80. That means value is 0.